ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബിലെ സ്ട്രൈക്കിനെ കുറിച്ച്. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ഞാൻ പറയാം. അപ്പോൾ എനിക്ക് എന്നെപ്പോലെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വീഡിയോസ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും ഇതൊന്നൊരു ഉപകാരമായിക്കോട്ടെ, ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അറിഞ്ഞുകൊണ്ട് ഇനി ആരും അതിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ എത്തിച്ചിട്ട് പെട്ടെന്നൊരു സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഞാൻ ആകാണ്ട് തകർന്നു പോയിട്ടോ. കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഒരാഴ്ച സ്ട്രൈക്ക് വന്നു. അപ്പോൾ എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് ആർക്കും പറ്റരുതേ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കറിയാം, മഹാരാഷ്ട്ര പൂനെയിൽ ഒരു അംഗൻവാടി കുട്ടിയെ ഒരു സ്ത്രീ ചവിട്ടണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ഞാനത് ഇട്ടപ്പോൾ സ്ട്രൈക്ക്, അത് യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്തു, അത് സ്ട്രൈക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. അതായത് ഞാൻ ബ്ലറൊന്നും ചെയ്യാതെയാണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് അത് ആലോചിച്ചില്ല. കാരണം ഞാനത് ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിച്ചൊരു കാര്യം, മറ്റുള്ള സമൂഹത്തിന് വേണ്ടി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനതൊരു റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് ഇട്ടതായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ ഫേസ് ഒന്നും ഞാൻ ബ്ലറർ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് പറ്റിയ ഒരു പ്രോബ്ലം കേട്ടോ. അത് യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുമല്ലോ, ഇത് അലൗഡ് അല്ല പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇത് പറ്റില്ല സ്ട്രൈക്കാണ് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് കാട്ടി, എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് പേടി കൂടി, ടെൻഷൻ കൂടി, ഞാനത് ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഒരാഴ്ച എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഇഷ്യൂസ് വരാം. ഒന്ന് കോപ്പി റൈറ്റ് ഇഷ്യൂ, ഒന്ന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്. അതായത് നമ്മൾ ഒരു സാധാരണ ഏതെങ്കിലും മ്യൂസിക്, അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ളൊരു വീഡിയോ, മറ്റുള്ളൊരു വ്യക്തിയുടെ ഒരു വീഡിയോ നമ്മൾ യൂസ് ചെയ്ത് ഇട്ടാൽ അത് ഒരു കോപ്പി റൈറ്റ് വരാം. ഓക്കെ, അത് വലിയ പ്രശ്നം അല്ല എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ എനിക്കിതുവരെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ തുടക്കത്തിൽ ഞാൻ ചില മ്യൂസിക് ഇടുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് പിന്നെ ഇടാറുണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കുട്ടിയുടെ വീഡിയോ ഇട്ടു, എനിക്ക് ബ്ലറർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയ ആണല്ലോ യൂട്യൂബ്, ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ, അമ്മമാർ എല്ലാവരും കാണുന്നതാണ്. പക്ഷെ അത് ഈ ഒരു ഇതിൽ ഇത്ര ദോഷം ചെയ്യുമെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടു. കാരണം എൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്. ഞാനത് മനസ്സിലാക്കാതെ ഞാൻ ആ വീഡിയോസ് ഇട്ടു. പക്ഷേ നമുക്ക് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതായത് ഒരു വീഡിയോസ് ഇട്ടും അത് നമ്മളെ യൂട്യൂബിൽ അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ദയവ് വിചാരിച്ച് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിലീറ്റ് ചെയ്താൽ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണിയാണ് കേട്ടോ ഗൈസ് കിട്ടാൻ പോകുന്നത്. കാരണം എനിക്കത് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നോട്ടിഫിക്കേഷൻ വന്നു, ഇത് സ്ട്രൈക്കല്ല, ഇത് പറ്റില്ല പറഞ്ഞാണ്ട് ഇത് ഒരു സംഭവം, ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പേടി കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. പക്ഷേ നമുക്കത് എന്തെങ്കിലും ഒരു വീഡിയോസ് യൂട്യൂബ് റിമൂവ് ചെയ്യണം അങ്ങനെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് അപ്പീൽ കൊടുക്കുക, ഒരു ടേക്ക് ആക്ഷൻ കൊടുക്കുക, അപ്പീൽ ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് അത് താനെ അത് ഒഴിവാക്കും. കാരണം നമ്മളെ ഭാഗത്തൊരു തെറ്റില്ലല്ലോ വിചാരിച്ചിട്ട്. കാരണം അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് ഡിലീറ്റ് ആക്കിയല്ലോ. ആ ഡിലീറ്റ് ആക്കിയത് മൂലം എനിക്ക് ഒരാഴ്ച സ്ട്രൈക്ക് വന്നു. അതായത് ഗൈസ്, ഒരുപാട് സങ്കടം എന്താണെന്നറിയോ, എനിക്കതിൽ എലിജിബിലിറ്റി, അതായത് നമുക്ക് ഏണിങ്സിൻ്റെ ഭാഗം എനിക്കത് കംപ്ലീറ്റ് ആയതായിരുന്നു. എനിക്കൊരു 6K എബോവ് സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്. എനിക്ക്
നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. 3 സ്ട്രൈക്ക് വരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരാം. 3 സ്ട്രൈക്ക്. അതിൽ ഫസ്റ്റ് സ്ട്രൈക്ക് വന്നാൽ നമുക്ക് ഒരാഴ്ച വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. പക്ഷേ വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റില്ല, അതൊക്കെ ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇടാം. പക്ഷേ അതിൽ ചിലപ്പോൾ ഏണിങ് ഇതിന് മുന്നേ ചെയ്തവരായിരിക്കാം, അതായത് ഏണിങ് കിട്ടിയവരായിരിക്കാം, ചിലപ്പോൾ കിട്ടാത്ത, അതായത് ചിലപ്പോൾ കിട്ടാനായവരായിരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കാം. ഇതേ വിചാരിച്ച് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വരാതെ നോക്കുക കേട്ടോ. കാരണം 90 ദിവസം ആ സ്ട്രൈക്കിൽ നിൽക്കും കേട്ടോ. ഈ ഒരാഴ്ച എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. പക്ഷേ വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റിയില്ല എന്ന് പറയുമെങ്കിലും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. പക്ഷേ 90 ദിവസം ആ സ്ട്രൈക്ക് എൻ്റെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും ആ ഈ ഒരു 90 ദിവസം എൻ്റെ ഈ ചാനലിൽ തന്നെ ഇതിപ്പോൾ ഉണ്ട്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു 90 ദിവസത്തിൽ എനിക്കിനി വേറെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും വരാതെ ഞാൻ സൂക്ഷിക്കണം. വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ട്രൈക്ക് വന്നാൽ പിന്നെ 2 ആഴ്ച കൂടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ 3ാമത്തെ സ്ട്രൈക്ക് വന്നാൽ നമ്മുടെ ചാനൽ കംപ്ലീറ്റ്ലി ഔട്ടായി പോകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ പോകും. എനിക്കറിയാം എന്നെപ്പോലെ ഇപ്പം ഞാൻ ഒരു മോമാണ്, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. എനിക്ക് ഇപ്പോൾ ചെറിയ മോനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പുറത്ത് പോയിട്ട് പഠിക്കാനോ കാര്യങ്ങളോ ഒന്നിനും എനിക്ക് ജോലിക്ക് പോകാനോ ഒന്നിനും എനിക്ക് കഴിയില്ല. അപ്പോൾ എനിക്കൊരു വരുമാനം, എനിക്കൊരു വരുമാനം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇതാക്കാറില്ല. ചാനലിൽ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്ളോഗ് ഇടാറുണ്ട്, അതുപോലെ തന്നെ കുക്കിംഗ് ഇടാറുണ്ട്, മോൻ്റെ വീഡിയോസ് ഇടാറുണ്ട്, അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഇടാറുണ്ട്. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഇട്ടിട്ടാണ് കൂടുതൽ വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രൈബ്സൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്കൊരു ഇൻകം, ഒരു ഏണിങ് എനിക്ക് കിട്ടണം വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനത്തെ ഇത് ഉണ്ടെങ്കിൽ തുടങ്ങിയവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഒരു സ്ട്രഗിൾ എന്താണെന്ന്. ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഇട്ട് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബ്സ് ആക്കിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഒരുപാട് വിഷമവും കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രൈക്ക് വന്നാൽ, ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് സ്ട്രൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിലീറ്റ് ചെയ്താൽ നമുക്കത് അപ്പീൽ പോകാൻ പറ്റില്ല. അപ്പീൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം എനിക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഇനി വരാം. ബൈ.